നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അറ്റ് വാട്ട് പൊസിഷൻ കൈനറ്റിക് എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ become equal to potential energy of simple harmonic motion. അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഏത് പൊസിഷനിലാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കൈനറ്റിക് എനർജി അത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഈക്വൽ ആവുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് അതിനെ നമ്മൾ ഈക്വേറ്റ് ചെയ്തു. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷൻ, കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് എഴുതി. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഈ ടേമും ഈ ടേമും എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. ഈ രണ്ട് ടേമിനെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എഴുതി. അതായത് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, അതായത് ഈ മൈനസ് എക്സ് സ്ക്വയർ ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ആവും. പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ എന്ന് വന്നു. അതായത് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ബൈ 2 ആണ്. എക്സ് എന്ന് പറയുന്നത് എ ബൈ √2 എന്ന് വരും. ഇപ്പോൾ ഈ പോയിന്റിലാണ് എന്ത്, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കൈനറ്റിക് എനർജി ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പൊട്ടൻഷ്യൽ എനർജിനോട് ഈക്വൽ ആവുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകുന്നത് പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സ്പ്രിങ്. അതായത് സ്പ്രിങ്ങിൻ്റെ ഓക്സിലേഷൻ്റെ പീരീഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഫിഗർ ഇതാണ്. ഒരു മാസ് എന്ത് ചെയ്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ക്ലിയർ ആക്കി നെക്സ്റ്റ് പേജിൽ വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. ഒരു സ്പ്രിങ്ങിൽ ഒരു മാസ് ചെയ്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ താഴ്ത്തിക്കും മുകളിലേക്കും ഇങ്ങനെ ആവില്ലേ സ്പ്രിങ്ങിൽ ഇടുമ്പോൾ, അതാണ് അവിടെ ആ ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഡിസ്റ്റൻസ് നമ്മൾ എക്സ് എന്ന് വിളിച്ചു. നമുക്കറിയാം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. പിന്നെ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് dx/dt ആണ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ് വെലോസിറ്റി കിട്ടുക. ആക്സിലറേഷൻ എന്ന് പറയുന്നത് dv/dt ആണ്. dv/dt. അതായത് ഈ dx/dtനെ 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുക. അതായത് a ഈസ് ഈക്വൽ ടു എന്ത് വരും, d²x/dt ചെയ്യണം. ഡിസ്പ്ലേസ്മെൻറ്റിനെ ആക്സിലറേഷൻ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. d²x/dt² എന്ന് വരും, dt² എന്ന് വരും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമുക്കിനിപ്പോൾ ഇത് ആവശ്യമുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു
എം എ ആണെന്ന് നമുക്കറിയാം. എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? എം എ ആണെന്ന് നമുക്കറിയാം. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ ആക്സലേഷൻ ഇക്വേഷൻ എന്തായിരുന്നു? എ സ്ക്വയർ എക്സ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ് ആക്സലേഷൻ കാണാൻ. അപ്പോൾ അത് നമ്മൾ എഴുതാൻ പോവുകയാണ് ഇനി. എയുടെ സ്ഥാനത്ത് എഫ് ഈസ് ഈക്വൽ ടു എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതി. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. ഇനി എന്ത് ചെയ്യും? ഇക്വേഷൻ 1ഉം 2ഉം തമ്മിൽ എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്യും. ഇക്വേഷൻ 1നെയും 2നെ നമ്മൾ എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് വരും. എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ മൈനസ് കെ എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. മൈനസ് കെ എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും? എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0 എന്നായി. ഈ രണ്ട് ടേമിൽ എന്തുണ്ട്? എക്സ് കോമൺ ആണ്. രണ്ട് സൈഡിൽ എന്തുണ്ട്? എക്സ് കോമൺ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ഹോൾ ഇക്വേഷൻ എന്ത് ചെയ്യും? ഇത്ര എമ്മിനെ വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് വരും? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ പ്ലസ് കെ ബൈ എം എക്സ് ഈസ് ഈക്വൽ ടു 0 വരും. കെ ബൈ എം, അതായത് ഹോൾ ഇക്വേഷൻ എന്ത് ചെയ്തു? നമ്മൾ എം വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഈ ഇക്വേഷനെ compare this equation with d square omega by dt square plus omega square x എന്നുള്ള ഇക്വേഷൻ ആയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ കമ്പയർ ചെയ്യുക. ആ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ഒമേഗ സ്ക്വയർ എന്നുള്ളിടത്ത് എന്താണ്? ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ബൈ എം ആണ്. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ബൈ എം ആണ്. അതായത് ഇവിടെ ഒമേഗ സ്ക്വയർ എക്സ് ആണ്, ഇവിടെ എന്താണ്? കെ എം ബൈ എക്സ് ആണ്. അപ്പോൾ ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കെ ബൈ എമ്മിനോട് ഈക്വൽ ആണ്. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ബൈ എം എന്ന് എഴുതാം. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് വരും. ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് വരും. നമുക്കറിയാം ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? 2π ബൈ ഒമേഗയാണ്. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗയാണ്. അതായത് ഒമേഗയുടെ സ്ഥാനത്ത് നമ്മളിപ്പോൾ കിട്ടിയത് എഴുതുക. ടി ഈസ് ഈക്വൽ ടു 2π ബൈ റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് വരും. 2π ബൈ റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് വരും. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ എന്ന് വരും. അപ്പോൾ ഇതാണ് ഒരു സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. 2π റൂട്ട് ഓഫ് എം ബൈ കെ. നെക്സ്റ്റ് നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. അതായത് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരീഡ് എങ്ങനെ കാണാം അതാണ് ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു പെൻഡുലം എന്താണെന്ന് അറിയാം. ഇതാ ഇങ്ങനെ തൂക്കിയിട്ടരുത് എന്ത് ചെയ്യും? ഇങ്ങനെ ആടും. അതായത് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സാധനം എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഇങ്ങനെ വന്നാടി ഇവിടെ എത്തി. അപ്പോൾ ഇതാണ് എന്ത്? ഒരു പെൻഡുലം എന്ന് പറയാം. അപ്പോൾ നമുക്കതിൻ്റെ ഫിഗർ നോക്കാം ഡെറൈവ് ചെയ്യാനുള്ള. ഈ ലെങ്ത്തിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു, സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എൽ എന്ന് വിളിച്ചു. ഇവിടെയുള്ള ആംഗിള് തീറ്റ. നേരെ താഴോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എം ജി. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എം ജി കോസ് തീറ്റ. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എം ജി സൈൻ തീറ്റ. ഈ ആംഗിൾ എന്ന് വിളിച്ചു? തീറ്റ എന്ന് വിളിച്ചു. അപ്പോൾ ഇതാണ് നമുക്കുള്ള ഫിഗർ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ കാണുന്നൊരു ഫോഴ്സ് എടുക്കുന്ന എഫ് ഇസ് ഈക്വൽ ടു മൈനസ്
എം ജി സൈൻ തീറ്റ എന്നുള്ള ഫോഴ്സ് എടുത്തു. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എം ജി സൈൻ തീറ്റ എന്നുള്ള ഫോഴ്സ് എടുത്തു. ഇനി സൈൻ തീറ്റൻ്റെ അവിടെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്കറിയാം ഇവിടെ കണ്ടില്ലേ, ഈ ആംഗിൾ തീറ്റയാണ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ തീറ്റയുടെ ഓപ്പോസിറ്റാണ് എക്സ് എന്ന് പറയുന്ന സൈഡ്. നമ്മളിതിനെ ഇങ്ങനെ ഒരു ഇത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതുകൊണ്ട് പൈതഗോറസ് തിയറം അനുസരിച്ച് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു പൈതഗോറസ് തിയറം എന്നല്ല, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ എന്താവും? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബൈ എൽ എന്ന് വരും. അതായത് മൈനസ് എം ജി എക്സ് ബൈ എൽ എന്ന് വന്നു. മൈനസ് എം ജി എക്സ് ബൈ എൽ എന്ന് വന്നു. നമ്മളെന്ത് വിളിച്ചു? ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. പിന്നെ നമുക്ക് ഫോഴ്സിൻ്റെ വേറെ ഇക്വേഷൻ അറിയാം. എഫ് ഈസ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു എം എന്നുള്ള ഡെറിവേഷൻ ഇക്വേഷൻ അറിയാം. എയുടെ വാല്യൂ എന്താ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ 1നെയും 2നെ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഇക്വേഷൻ 1നെയും 2നെ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എക്സ് ബൈ എൽ എന്ന് വന്നു. മൈനസ് എം ജി എക്സ് ബൈ എൽ എന്ന് വന്നു. രണ്ട് സൈഡിലൊന്നുണ്ട്, എം ഉണ്ട്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടുത്തെ എമ്മും പോയി, ഇവിടുത്തെ എമ്മും പോയി. അപ്പോൾ ബാക്കി ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഈ മൈനസ് ഇല്ലേ, മൈനസ് ജി ഇൻറ്റു എക്സ് ബൈ എൽ എന്ന് പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ പ്ലസ് ജി എക്സ് ബൈ എൽ എന്ന് വന്നു. പ്ലസ് ജി എക്സ് ബൈ എൽ എന്ന് വന്നു. ദാറ്റ്സ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ ഒരു ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അത് നോക്കാം. കമ്പയറിങ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എന്താ? ഇവിടെ ജി ബൈ എൽ ആണ്. ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ജി ബൈ എൽ എന്നാണ്. ജി ബൈ എൽ. അപ്പോൾ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? ജി ബൈ എൽ ആണ്. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ബൈ എൽ ആണ്. ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് വരും. ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് വരും. നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π ബൈ ഒമേഗയാണ്. 2π ബൈ ഒമേഗ. ഒമേഗയുടെ സ്ഥാനത്ത് നമ്മൾ റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി ബൈ എൽ. അതായത് അതിന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് വരും. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ്. നമ്മൾ എഴുതിയത് തന്നെ പഠിക്കുക.